Hello guys, welcome back to another video. My name is Shebz. So guys, ഇന്നത്തെ വീഡിയോയിലൂടെ എന്നും പറയുന്ന പോലെ ഒരു ചെറിയ ടിപ്പ് ഷെയർ ചെയ്യാനാണ് ഇന്നും വന്നിട്ടുള്ളത്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇടയിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ജോലി തേടുന്നവർക്കുണ്ട്. ജോലി തേടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയ ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തെന്ന് വെച്ചാൽ ഏറ്റവും ഒരു ജോലിക്ക് ഏറ്റവും മുഖ്യമായ ഒരു ഘടകമാണ് CV. റെസ്യൂം ഏറ്റവും ഒരു മുഖ്യമായ ഒരു ഘടകമാണ്. ഇന്റർവ്യൂവിനൊക്കെ പോകുന്നവർക്ക് അത് മനസ്സിലാവും. CV എത്രത്തോളം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഉള്ളത്. അപ്പോൾ നമുക്കൊരു ഇപ്പോൾ നോർമലി CV ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കഫേ പോകും, അല്ലെങ്കിൽ ആരെങ്കിലും ആശ്രയിക്കേണ്ടി വരും. ആരെയും ആശ്രയിക്കാണ്ട് തന്നെ നമുക്കൊരു കിടിലൻ CV നമ്മുടെ മൊബൈലിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങളൊരു പ്രൊഫഷണൽ CV ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കണ്ടോ. ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ഇത് CV ഉണ്ടാക്കാൻ സാധിക്കുന്നത്. A to Z എല്ലാ കാര്യം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. വീഡിയോ മുഴുവൻ കണ്ടു നോക്കുക. ലാസ്റ്റ് ഒരു ഡെമോ, ഞാനൊരു CV ഉണ്ടാക്കിയതിന്റെ ഒരു ഡെമോ കൂടി കൊടുക്കുന്നതാണ് ഈ വീഡിയോയുടെ അവസാനമായിട്ട്. അപ്പോൾ വീഡിയോ മുഴുവനെ കണ്ടു നോക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എന്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എന്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം കാണുന്ന നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് മുന്നിൽ എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ പോകാം. വീഡിയോയിലേക്ക് കിടക്കാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് റെസ്യൂം ബിൽഡർ 220 CV മേക്കർ ആപ്പ് ഫ്രഷർ PDF എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഓപ്പൺ ചെയ്യുക. ഇവിടെ കാണാം ഇന്റലിജന്റ് CV എന്നാണ് CVയുടെ പേര്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണാം, ഇവിടുത്തെ പോലെ ഒരു ഇന്റർഫേസ് ആണ് കിട്ടുന്നത്. ഇവിടെ താഴെ കാണാം ക്രിയേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻസ്. ക്രിയേറ്റ് സെലക്ട് ചെയ്യുക. അതിനിടയ്ക്ക് പരസ്യം വരുന്നതൊക്കെ റിമൂവ് ചെയ്യുക ഗൈസ്. ഇപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. പേഴ്സണൽ, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, സ്കിൽസ്, ഇതൊക്കെ എല്ലാവരും ഫില്ലപ്പ് ചെയ്യുക. ഫില്ലപ്പ് ചെയ്യുന്ന കാണാം. ഇവിടെ ഫോട്ടോ കൊടുക്കുക ഗൈസ്. സേവ് കൊടുക്കുക. അതിനുശേഷം എഡ്യൂക്കേഷൻ ആഡ് എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ കോഴ്സിൻ്റെ പേര് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഡിഗ്രി ആണോ, സ്കൂളാണോ, യൂണിവേഴ്സിറ്റി ആണോ, എന്താണത് അവിടെ അടിച്ചു കൊടുക്കുക. ഏത് ഇയറാണ്, പാസ്പോർട്ട്, അതൊക്കെ സേവ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എക്സ്പീരിയൻസ് ആണ്. ഇവിടെ എക്സ്പീരിയൻസ്, ഇവിടെ പ്ലസ് ബട്ടൺ അമർത്തുക. ഇവിടെ കമ്പനി നെയിം കൊടുക്കുക. ജോബ് ടൈറ്റിൽ കൊടുക്കുക. നിങ്ങൾ ജോലി ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ് ജോലി ചെയ്തിട്ടുള്ളതെന്ന് ഏകദേശം ഒരു ഡേറ്റ് കൊടുക്കുക. ജസ്റ്റ് കൊടുക്കുകയാണ് ഗൈസ്. നിങ്ങൾ പ്രോപ്പർ തന്നെ കൊടുക്കുക. അടുത്തത് സ്കിൽസ് ആണ് ഗൈസ്. സ്കിൽസിൽ നല്ല സ്കില്ലൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവിൽ നിങ്ങൾക്ക് എന്താണ് ഒബ്ജക്റ്റീവ് കൊടുക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്യാണ്. ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇവിടെ വേറെ ഓപ്ഷൻസ് ഉണ്ട് ഗൈസ്. സെലക്ട് ഒബ്ജക്റ്റീവ് എന്നത് നോക്കാം നമുക്ക്. സെലക്ട് ഒബ്ജക്റ്റീവിൽ നമുക്ക് ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നിങ്ങളുടെ പ്രൊഫഷൻ അനുസരിച്ചുള്ള ഏത് ഒബ്ജക്റ്റീവ് ആണെങ്കിലും സെലക്ട് ചെയ്യുക. ഞാൻ ഇതന്നെ സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഇത് ഇവിടെ ആയിട്ടുണ്ട്.
അപ്പോൾ അത് ഓക്കെയാണ്. പിന്നെ റെഫറൻസ് കൊടുക്കാം. റെഫറൻസ് നിങ്ങൾ ഏതെങ്കിലും ആരെങ്കിലും റെഫറൻസ് സീരിയൽ ആഡ് ചെയ്യണമെങ്കിൽ റെഫറൻസ് കൊടുക്കാം. അതിന് ശേഷം സേവ് കൊടുക്കുക. ഇവിടെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രൊജക്റ്റ് കൊടുക്കുക. ഞാൻ പ്രൊജക്റ്റ് ഒന്നും കൊടുക്കുന്നില്ല. അതിനുശേഷം കവർ ലെറ്റർ, അതൊക്കെ മോർ ഇൻസ്ട്രക്ഷൻസ് ആണ്. അതിലൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കൊടുക്കുക. പിന്നെ റെഫറൻസ് ഹെഡിങ് ഇതൊക്കെ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഫസ്റ്റത്തെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ മെയിൻ സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം വ്യൂ സി വി എന്നുള്ള ഓപ്ഷൻസ് ആണ്. വ്യൂ സി വി കൊടുക്കുക. പരസ്യമൊക്കെ റിമൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം കുറച്ചധികം സി വിയുടെ ഒരു ഫോർമാറ്റ് കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സി വിയുടെ ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്യണം 27th. അപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് ഗൈസ് സംഭവം. നിങ്ങൾക്ക് ഇവിടെ ടെംപ്ലേറ്റ് മാറ്റാൻ, കളർ മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഞാനിപ്പോൾ ചെയ്തത് ഇവിടെ ആകെ കുറച്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാം സി വിയുടെ ഒരു ഫോർമാറ്റ്. അപ്പോൾ കൊടുത്ത ഡീറ്റെയിൽസ് പറഞ്ഞാൽ പേര്, ഇമെയിൽ ഐ ഡി, എൻ്റെ ഫോണ്, പിന്നെ എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ ജസ്റ്റ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സി വി മൊത്തമായിട്ട് നിങ്ങൾക്ക് കാണാം. ഒരു ഭംഗിയായിട്ട് ഉണ്ടാവും. 1 പേജ് അല്ലെങ്കിൽ 2 പേജൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ 1 പേജ് മാത്രമേ കൊടുത്തുകൊണ്ടാണ് ഗൈസ്, കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ടാണ് ഗൈസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ. ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ് ഗൈസ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് താഴെ കാണാൻ ഡൗൺലോഡ് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഡൗൺലോഡും ചെയ്യാം. ഡൗൺലോഡ് ആയിട്ടുണ്ട് ഗൈസ്. ഇത് PDF ഫയലുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഗൈസ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പിന്നെ പുതിയ വീഡിയോയുമായി കാണുന്നവരെ സീ ബൈ.